വഴിവിട്ട സൗഹൃദം അത് ജീവനെടുക്കുമ്പോൾ, അതാണ് ഇന്നത്തെ വിഷയം. ചെറുപ്പക്കാരെ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ ഒരുപാട് കണ്ട അടുത്തറിഞ്ഞ എൻ്റെ അധ്യാപന ജീവിതത്തിൽ നിന്ന് ആ സംഭവം എങ്ങനെ നോക്കിക്കാണുന്നു? ഇന്ന് പത്രമാധ്യമങ്ങളിലെല്ലാം ഉള്ളൊരു വാർത്തയാണ്, ബാംഗ്ലൂരിൽ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുന്ന പെൺകുട്ടി, എറണാകുളത്തുള്ളത് മലയാറ്റൂരിനടുത്ത്, കാമുകൻ അല്ലെങ്കിൽ സുഹൃത്ത്, ആൺ സുഹൃത്തിന്റെ ആക്രമണത്തിനിരയായി മരണപ്പെട്ടു. കൊലപാതകം. അതിന്റെ പിന്നാമ്പുറങ്ങളും ചുരുളുകളും അഴിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ, എങ്ങനെ ഈ കുട്ടികൾ ഈ രീതിയിൽ മുൻപോട്ട് വന്നെത്തി, അതിനുള്ള സാഹചര്യം എന്ത്? അവര് സമപ്രായക്കാരല്ല, ആൺകുട്ടിയും പെൺകുട്ടിയും സമപ്രായക്കാരല്ല. ഒരാൾക്ക് 19 വയസ്സും ഒരാൾക്ക് 21 വയസ്സും. അതുകൊണ്ട് തന്നെ അവര് ക്ലാസ്മേറ്റ്സ് അല്ല എന്ന് നമുക്ക് ഊഹിക്കാം. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് അല്ലെങ്കിൽ സീനിയർ ബാച്ചിലെ ഒരാളുമായിട്ട് പെൺകുട്ടിക്ക് സൗഹൃദം, അവരിരുവരും അടുക്കുന്നു. ആ സൗഹൃദം വളർന്നു വലുതാകുന്നു. വീട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെടാതെ അവരുടെ സൗഹൃദം ഒരു വശത്തൂടെ വളർന്നു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെ ഇരിക്കവേ പെൺകുട്ടി ഹയർ സ്റ്റഡീസിന് പോകുന്നു. പയ്യൻ ഡ്രൈവിങ്ങും അതുപോലെ എന്തോ ആണ്, അവൻ തുടർന്ന് പഠിക്കുന്നില്ല. പഠിത്തം ഉപേക്ഷിച്ച മട്ടാണ്, തുടർന്ന് പഠിക്കുന്നില്ല. പക്ഷെ പെൺകുട്ടി ഏവിയേഷൻ കോഴ്സിന് ചേർന്ന് ബാംഗ്ലൂർ പഠിക്കുന്നു. അപ്പൊ തന്നെ അവിടെ ഒരു തല വ്യത്യാസം അവർ തമ്മിൽ വന്നിരിക്കുന്നു. അവള് ഹയർ എഡ്യൂക്കേഷൻ പ്രിഫർ ചെയ്യുന്നു, അവൻ നാട്ടിൽ സ്വന്തം കാര്യങ്ങൾ, ബിസിനസ് ആണോ എന്ന് അറിയില്ല, ഡ്രൈവിംഗ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി. ഡ്രൈവിംഗ് അതുപോലെ മറ്റെന്തോ പണികളും ഒക്കെ ആയിട്ട് അവനൊരു മനമാർഗമുള്ള ആള് തന്നെയാണ്. അപ്പൊ ഇവിടെ ആ കുട്ടി ബാംഗ്ലൂർക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ അവനത് താല്പര്യമില്ലായിരുന്നു എന്നും, പോകണ്ട ഇവിടെ പഠിച്ചാൽ മതിയെന്നും ഒക്കെ പറഞ്ഞതായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എൻ്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലായിട്ടില്ല, എന്നാലും ഏകദേശം മനസ്സിലാകുന്നത് ഈ അവന്റെ വിദ്യാഭ്യാസ ലെവലിൽ നിന്ന് ആ കുട്ടി വിദ്യാഭ്യാസം ഉയർന്നു പോകുന്നു. അത് അകലെ ബാംഗ്ലൂർ പോകുന്നു, അവൻ നാട്ടിലാണ്. അപ്പൊ അവരുടെ അല്ലെങ്കിൽ അവന്റെ ഒരു മേൽക്കോയ്മ നഷ്ടപ്പെടുന്നു. അവള് ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നു. അവനൊരു അപകർഷതാബോധം തോന്നുന്നു. അധികം വിദ്യാഭ്യാസം അവനില്ല. അപ്പോൾ അവള് നല്ല വിദ്യാഭ്യാസം നേടി പോകുമ്പോൾ അവൾ ആ ലെവലിൽ പോകും. ഇതിനിടയ്ക്ക് അവന് സംശയവും ഉടലെടുത്തു. പെൺകുട്ടി ബാംഗ്ലൂർ പോയി കഴിഞ്ഞിട്ട് ഇവനോടുള്ള സൗഹൃദം കുറയുന്നു. വേറെ ആരുമായിട്ടൊക്കെ നല്ല സൗഹൃദം, ഫോൺ വാങ്ങി നോക്കി. അങ്ങനെ അവൾ നാട്ടിൽ വന്നെത്തിയപ്പോൾ അവർ തമ്മിലുള്ള തർക്കവും കലഹവുമായെന്നും, അങ്ങനെ മദ്യപിച്ച് വഴക്കായെന്നും, വഴക്ക് മൂർച്ഛിച്ചെന്നും, ആ മാനസികാവസ്ഥയിൽ അവളെ ഉപദ്രവിച്ചു. അവൾ മരിച്ചുപോയി. ഇതാണെന്ന് കിട്ടിയ വാർത്ത ഇതാണ്. അപ്പൊ അവൻ പ്രണയ നൈരാശ്യത്തിലായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ സമപ്രായക്കാരല്ല. സമപ്രായക്കാരാണെങ്കിൽ അവരിപ്പോ പ്രീ ഡിഗ്രി ക്ലാസ്സോ അല്ലെങ്കിൽ ഡിഗ്രി ക്ലാസ്സിലോ ഒരുപോലെ മുമ്പോട്ട് പഠിച്ചു പോകും. അത്രയും നാളും അവര് സൗഹൃദം തുടർന്നു പോകും. ഒന്നുകിൽ അത് സൗഹൃദം നിലനിന്ന് അടുപ്പത്തിലേക്ക് ഒരു ജീവിതമാർഗമാകുന്നത് വരെ നിന്ന് അവർ വിവാഹം കഴിച്ചു പോകും. ഇല്ലെങ്കിൽ സാവകാശം അത് കൊഴിഞ്ഞു പോകും. അല്ലെങ്കിൽ മറ്റു ക്ലാസ്സുകളിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ രണ്ട് വഴിക്കും പിരിഞ്ഞു പോകും. സാധാരണ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഈ കോളേജ് ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. ഒന്നുകിൽ അവരുടെ സൗഹൃദം അവർ പഠിക്കുന്ന കാലത്തോളം തുടർന്നു പോകും. അത് കഴിയുമ്പോൾ രണ്ടുപേരും ഒരേ ലൈനാണ് പിന്നെയെങ്കിലും, അല്ലെങ്കിൽ മെജോറിറ്റിയും പിരിഞ്ഞു പോകാറാണ് പതിവ്. വളരെ ആത്മാർത്ഥമായ സൗഹൃദമുള്ളവർ പിൽക്കാലത്ത് അവർ വിവാഹം കഴിച്ച് ജീവിച്ചു പോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. മെജോറിറ്റിയും പിരിഞ്ഞു പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. കാരണം പെൺകുട്ടികളെ ഒരു പ്രായമാകുമ്പോൾ അവരുടെ വീട്ടുകാർ ഒരു പ്രപ്പോസൽ കണ്ടെത്തി കല്യാണം കഴിച്ചു വിടും. ആ സമയം കൊണ്ട് പയ്യന് ജോലിയായി കാണൂല, അവനൊരു സാമ്പത്തിക ഭദ്രതയായി കാണൂല. അപ്പൊ അവന്റെ വിവാഹം നടക്കത്തിന് താമസവും വരും. അപ്പൊ അവൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുവരെ പെൺകുട്ടിയുടെ വീട്ടുകാർ ക്ഷമിക്കൂല. ആ കുട്ടിയെ വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കും. അങ്ങനെ അവരുടെ പ്രണയം അവിടെ വെച്ച് തീരും. അതൊക്കെയാണ് സാധാരണ സംഭവിക്കുന്നത്.
അപ്പൊ നമ്മുടെ ഈ പ്രശ്നം എടുത്താൽ, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ക്യാമ്പസ് ലൈഫോ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് നോക്കിയാൽ, അവർക്ക് പരസ്പരം സൗഹൃദം ഭയങ്കര കൂടുതലാണ്. പഴയകാലം പോലെയല്ല. അവര് നല്ല സൗഹൃദത്തില് വളരെ പെട്ടെന്ന് സൗഹൃദമാകും, വളരെ പെട്ടെന്ന് പിണങ്ങും. വളരെ ക്രമത്തിലധികമുള്ള സൗഹൃദമാണ്. അത് വീട്ടുകാരറിയില്ല, പഠിക്കുന്ന സ്ഥാപനത്തിൽ അറിയില്ല. അങ്ങനെ ഒരു സൗഹൃദത്തിലേക്ക് അവർ നീങ്ങുകയും ആ സൗഹൃദം നിസ്സാര കാര്യങ്ങളിൽ പ്രശ്നങ്ങളാവുകയും ചെയ്യുന്ന ഒരു അപക്വമായ മാനസികാവസ്ഥയാണ് ഇന്നത്തെ ചെറുപ്പക്കാരിൽ നമ്മൾ കാണുന്നത് ബഹുഭൂരിപക്ഷത്തിലും. ഇപ്പൊ അവള് ഹയർ സ്റ്റഡീസിന് പോകുന്നു, അത് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോഴേ പറഞ്ഞാൽ നമുക്ക് വേണ്ട എന്ന്, അതൊരു സൈഡ് വേണ്ട, ആ വിദ്യാഭ്യാസം വേണ്ട, ഇവിടുത്തെ വിദ്യാഭ്യാസം മതി എന്ന് അവൻ നിഷ്കർഷിക്കുമ്പോൾ, അവൾ ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ അവൾ അത് ഉപേക്ഷിച്ചിട്ട് ഇവിടെ പഠിക്കുമായിരുന്നു. അപ്പം അവിടുന്ന് അവന്റെ വാക്ക് കേട്ടില്ല. അവന്റെ വാക്കും കേട്ടു നിന്നാൽ ആ പെൺകുട്ടിക്ക് ഒരു നല്ലൊരു വിദ്യാഭ്യാസം കിട്ടണം, നല്ലൊരു ജോലി കിട്ടണം, ഒരു നല്ലൊരു കോഴ്സിന് പഠിക്കേണ്ടത് അവളുടെ ആവശ്യമാണ്. അത് നടക്കാതെ പോകും. അപ്പൊ രണ്ടും കോൺഫ്ലിക്റ്റ് ആയി. ഒരു വശത്ത് അവന്റെ നിരുത്സാഹപ്പെടുത്തൽ, പോകണ്ട എന്നുള്ളത്, മറുവശത്ത് പോകണം എന്നുള്ള, പഠിക്കണം, ഹയർ സ്റ്റഡീസിന് പോകണം എന്നുള്ള പെൺകുട്ടികളുടെ അഭിവാഞ്ച. അങ്ങനെ ഇത് രണ്ടും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവരുടെ കലഹത്തിലേക്കും പ്രണയ നൈരാശ്യങ്ങളിലേക്കും കൊലപാതകത്തിലേക്കും ചെന്നെത്തിയപ്പോൾ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, നിയമ കുരുക്കിൽ പെട്ടു, നിയമ നൂലാമാലകളിൽ പ്രശ്നങ്ങളിലുമായി. അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാർ എന്ത് മനസ്സിലാക്കണം? അതാണ് ഇന്നത്തെ പോയിന്റ്. നമുക്ക് സൗഹൃദമാകാം, അതിനൊരു ലിമിറ്റ് വെക്കണം. ആ സൗഹൃദത്തിനകത്ത് നിന്ന് ഇപ്പൊ ആണിനെയോ പെണ്ണിനെയോ അനുസരിച്ച് പോകുന്ന, അല്ലെങ്കിൽ പരസ്പരം സമരസപ്പെട്ടു പോകാൻ പറ്റുന്ന, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്താൽ പോരെ. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനോ വഴക്ക് കൂടാനോ കത്തിക്കുത്തിനോ ഒക്കെ പോകേണ്ട കാര്യമുണ്ടോ? അവിടെ വെച്ച് പിരിയുക. ഇപ്പൊ ഒരാളുടെ അഭിഷ്ടത്തിനനുസരിച്ച് മറ്റേ ആളിന് നിൽക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അതിപ്പോ തന്നെ ഓപ്പൺ ആയില്ലേ? ജീവിതകാലം മൊത്തം അങ്ങനെ പരസ്പരം സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും ഇപ്പോഴേ പഠിച്ചില്ലെങ്കിൽ, ഇപ്പോഴേ അനുസരിക്കുന്നില്ലെങ്കിൽ, ഇപ്പോഴേ ശീലിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ ബന്ധം തുടരേണ്ട കാര്യമുണ്ടോ? ഇവിടെ ആത്മാർത്ഥ സ്നേഹം ആണെങ്കിൽ അവനൊരിക്കലും ആ കടുങ്കൈക്ക് അവൻ മുതിരേണ്ട കാര്യമില്ല. അവളോട് ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ അവളെ കൊല്ലുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ നക്കിക്കൊല്ലുക, അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലുക. ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. ഇതുകൊണ്ട് ആരെന്ത് നേടി? അങ്ങനെയല്ല. നമ്മുടെ യുവജനതയ്ക്ക് അവർക്ക് സൗഹൃദവും കളിയും ചിരികളും എല്ലാം വേണം. ഒപ്പത്തിനൊപ്പം നിന്ന് അതെല്ലാം ആകാം. പക്ഷെ അതിന്റെ പരിധി വിടരുത്. സാഹചര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ നമ്മൾ എന്ത് വേണം? നമ്മൾ എങ്ങനെ സാഹചര്യം തരണം ചെയ്യും? അതിന് നമ്മുടെ വിദ്യാഭ്യാസവും വിവേകവും ബുദ്ധിയും കഴിവും നമുക്ക് ഉപയോഗപ്പെടുത്താൻ അറിയണം. അതായത് ഈ സാഹചര്യം എന്ന് പറയുന്നത് ന്യായമായ ഘട്ടം, അവർ തമ്മിലുള്ള അസ്വസ്ഥതകൾ മൂർച്ഛിച്ചു വരുന്ന ആ പ്രശ്നങ്ങൾ എപ്പോഴും മനസ്സിനൊരു അലോസരമായിരിക്കും. ഉത്തരം കിട്ടാത്ത, അല്ലെങ്കിൽ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് ആ പയ്യൻ നീങ്ങിയിട്ടുണ്ടാകും. അപ്പൊ അവൻ എന്ത് വേണം? അവന്റെ സുഹൃത്തുക്കളോടോ, അവന് ഏറ്റവും വേണ്ടപ്പെട്ടവരോടോ, അവന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരോടോ, അല്ലെങ്കിൽ പേരൻസിനോടോ, അല്ലെങ്കിൽ വീട്ടിലെയോ മുതിർന്ന അംഗങ്ങളോ, ആരോടാണ് ഏറ്റവും കൂടുതൽ സൗഹൃദം? ആരെങ്കിലും കണ്ടുപിടിച്ച് അവരോട് കാര്യം പറഞ്ഞ്, അപ്പൊ അവരിൽ നിന്നൊരു സമാധാനം, ഒരു ആശ്വാസവാക്ക്, ഒരു ഉപദേശം സ്വീകരിക്കുക. അത് പറ്റിയില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോവുക, അവിടെ നിന്നൊരു ഉപദേശം സ്വീകരിക്കുക. പിന്നെ ഒരു 2 ദിവസത്തേക്ക് ആ സാഹചര്യത്തിൽ നിന്ന് മാറി എങ്ങോട്ടെങ്കിലും മാറി നിന്ന് സമചിത്തതയോടെ ആലോചിച്ച് കുറച്ചൊന്ന് ഫ്രീ ആയി എവിടെയെങ്കിലും പോയി കൂട്ടുകാരത്ത് അല്പസമയം വല്ല ടൂറിന് പോവുകയോ എങ്ങോട്ടെങ്കിലും അങ്ങ് പോയി, അന്നേരം ആ സാഹചര്യവും അതിന് കാരണമായ പ്രശ്നങ്ങളും കുറെ അധികം സോൾവായി മനസ്സിന് ഒരു ശാന്തി കിട്ടി നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. നമ്മുടെ യുവാക്കൾ അങ്ങനെ ഒരു മാനസിക നില, മനോനില ബാലൻസ് കീപ്പ് ചെയ്യാൻ പരിശ്രമിക്കുന്നില്ല. അവർക്ക് എവിടെയോ അവരുടെ മനോഗതികളും ചിന്താഗതികളും കൈമോശം വന്നു പോകുന്നു. അതല്ല നമുക്ക് വേണ്ടത്.
നമുക്ക് കിട്ടിയ ജീവിതം അത് മാക്സിമം ഉപയോഗപ്പെടുത്താനും എൻജോയ് ചെയ്യാനും അതിനെ അർഹമായ രീതിയിൽ ജീവിച്ചു തീർക്കാനും നമുക്ക് നമ്മുടെ ആശ്രിതരും വേണ്ടപ്പെട്ടവരും അച്ഛനമ്മമാരും ഒക്കെ ഉണ്ട്, അവരോടുള്ള കടമകൾ നിറവേറ്റാനും സൊസൈറ്റിയോടുള്ള കടമകൾ നിറവേറ്റാനും നമ്മൾ സദാ ജാഗരൂകരായിരിക്കണം. അതിനെപ്പോഴും നമ്മുടെ മാനസിക നില നമ്മൾ കരുത്തോടെ സൂക്ഷിക്കുക, അതിന് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക. പറ്റിയില്ലെങ്കിൽ കൗൺസിലിങ്ങിനോ അതുപോലെ ഏതെങ്കിലും സഹായം തേടുക. അതാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ഉപദേശം.